ഇത് വോയിസ് ഓഫ് അറബിയ. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഈ അവസരം ആരും അറിയാതെ പോകരുത്. ഇനിയും അപേക്ഷ നൽകാത്തവർ സമയം കളയരുത്. എത്രയും വേഗത്തിൽ അപ്ലൈ ചെയ്യൂ. കാരണം ഇത്തരത്തിലുള്ള അവസരങ്ങൾ വീണ്ടും വരുമെന്നുറപ്പില്ല. മുഴുവൻ വിവരങ്ങളും ഇപ്പോൾ തന്നെ ഈ വീഡിയോയിൽ. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ അവസരങ്ങളൊന്നും നിങ്ങൾ ഇനിയും അപേക്ഷിക്കാത്തവർ വളരെ വേഗത്തിൽ അപേക്ഷ നൽകുക. മറ്റൊരവസരത്തിനായി കാത്തിരിക്കരുത്. ഇപ്പോൾ അപേക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ജോലി ഒഴിവുകൾ: ലോവർ ഡിവിഷൻ ക്ലർക്ക്, റിസപ്ഷനിസ്റ്റ്, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, ഓപ്പറേറ്റർ, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ്, ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ്, അക്കൗണ്ടൻറ്റ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അമ്യൂണിറ്റീസ് അസിസ്റ്റൻറ്റ് MLA ഹോസ്റ്റൽ, ലൈൻമാൻ, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ടെക്നീഷ്യൻ ഗ്രേഡ് 2, നഴ്സറി സ്കൂൾ ടീച്ചർ, പ്രീ പ്രൈമറി ടീച്ചർ, സബ് എഞ്ചിനീയർ. ലോവർ ഡിവിഷൻ ക്ലർക്ക് കാറ്റഗറി നമ്പർ 611/2025, ശമ്പളം 15,780 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. പ്രായപരിധി 18 തൊട്ട് 36 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തത് റിസപ്ഷനിസ്റ്റ്, സ്ത്രീകൾ മാത്രം. കാറ്റഗറി നമ്പർ 745/2025, ശമ്പളം 20,000 തൊട്ട് 45,800 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്, കൂടാതെ ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായി സംസാരിക്കാനുള്ള കഴിവ്. പ്രായപരിധി 18 തൊട്ട് 36 വയസ്സ്. 2/1/1989 1/1/2007. അടുത്തത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, കാറ്റഗറി നമ്പർ 744/2025, ശമ്പളം 20,000 തൊട്ട് 45,800 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്, KGTE, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ. പ്രായപരിധി 18 തൊട്ട് 36 വയസ്സ് വരെ. അടുത്തത് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 760/2025, ശമ്പളം അതത് സ്ഥാപനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ശമ്പളം. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്, KGTE, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ, KGTE, ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ. പ്രായപരിധി 18 തൊട്ട് 36 വയസ്സ് വരെ. 2/1/1989 1/1/2007. അവസാന തീയതി 4/2/2026. ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ 735/2025, ശമ്പളം 27,200 തൊട്ട് 73,600 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്, ITI, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രീഷ്യൻ, വെൽഡർ തുടങ്ങിയവ. പ്രായപരിധി 18-36 വയസ്സ്. അടുത്തത് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ്, കാറ്റഗറി നമ്പർ 883/2025, ശമ്പളം 26,500 തൊട്ട് 60,700 വരെ. വിദ്യാഭ്യാസ യോഗ്യത +2. പ്രായപരിധി 18-36 വയസ്സ്. ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ്, കാറ്റഗറി നമ്പർ 733/2025, ശമ്പളം 27,900 തൊട്ട് 63,700 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത പ്രീ ഡിഗ്രി, +2 സയൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ VHSC MLT. പ്രായപരിധി 18-36 വയസ്സ്. അടുത്തത് അക്കൗണ്ടൻറ്റ്, കാറ്റഗറി നമ്പർ 751/2025, ശമ്പളം 14,620 തൊട്ട് 25,280 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദം. പ്രായപരിധി 18-40 വയസ്സ്. 2/1/1985 തൊട്ട് 1/1/2007 വരെ.
ടെക്നിക്കൽ അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 615/2025, ശമ്പളം 35,600 തൊട്ട് 75,400 വരെ. വിദ്യാഭ്യാസ യോഗ്യത കെമിസ്ട്രി പ്രധാന വിഷയമായി എടുത്ത് സയൻസ് ബിരുദം 60% മാർക്കോടെ. പ്രായപരിധി 19 തൊട്ട് 36 വയസ്സ് വരെ. അടുത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാറ്റഗറി നമ്പർ 877/2025, ശമ്പളം 56,500 തൊട്ട് 1,18,100 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത BE BTech ഇൻ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പ്രായപരിധി 18 തൊട്ട് 36 വയസ്സ് വരെ. 2/1/1989 മുതൽ 1/1/2007 വരെ. അടുത്തത് അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് MLA ഹോസ്റ്റൽ കാറ്റഗറി നമ്പർ 782/2025, ശമ്പളം 24,400 തൊട്ട് 55,200 വരെ. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കൂടാതെ സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം. സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും സൈക്കിൾ പരിജ്ഞാനം നിർബന്ധമില്ല. പ്രായപരിധി 18-36. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ലൈൻമാൻ കാറ്റഗറി നമ്പർ 776/2025, ശമ്പളം 26,500 തൊട്ട് 60,700 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. കൂടാതെ ഇലക്ട്രിക്കൽ വയറിംഗ് അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. പ്രായപരിധി 19-36. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 631/2025, ശമ്പളം 26,500 തൊട്ട് 60,700 വരെ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ KGTE ലോവർ അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ്. പ്രായപരിധി 18-36. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തത് ഇലക്ട്രീഷ്യൻ കാറ്റഗറി നമ്പർ 634/2025, ശമ്പളം 25,100 തൊട്ട് 57,900 വരെ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വയർമാൻ ലൈസൻസ്. പ്രായപരിധി 18-36. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 774/2025, ശമ്പളം 27,900 തൊട്ട് 63,700 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത VHSC അല്ലെങ്കിൽ +2 സയൻസ് ഗ്രൂപ്പ് പാസ്സായിരിക്കണം. പ്രായപരിധി 18 തൊട്ട് 50 വയസ്സ് വരെ. മുൻഗണനാ വിഭാഗങ്ങൾക്ക് നിബന്ധനകൾ ബാധകം. അടുത്തത് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കാറ്റഗറി നമ്പർ 887/2025, ശമ്പളം 27,900 തൊട്ട് 63,700 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കൂടാതെ നിശ്ചിത ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കണം. പ്രായപരിധി 18-26. ഉദ്യോഗാർത്ഥികൾ 2/1/1999 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തത് ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 ടെക്നീഷ്യൻ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 773/2025, ശമ്പളം 27,900 തൊട്ട് 63,700 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത +2 സയൻസ് വിജയിച്ചിരിക്കണം. കൂടാതെ ഗവൺമെൻറ് അംഗീകൃത ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് വിജയിച്ചിരിക്കണം. പ്രായപരിധി 18-36. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തത് നഴ്സറി സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ 765/2025, ശമ്പളം 35,600 തൊട്ട് 75,400 വരെ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കൂടാതെ നഴ്സറി സ്കൂൾ ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ അംഗീകൃത സർട്ടിഫിക്കറ്റ്. പ്രായപരിധി 18-36. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തത്
പ്രീ പ്രൈമറി ടീച്ചർ കാറ്റഗറി നമ്പർ 764/2025, ശമ്പളം 35,600 തൊട്ട് 75,400 വരെ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് വിജയവും സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് വിജയവും. പ്രായപരിധി 18-36. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തത് സബ് എഞ്ചിനീയർ കാറ്റഗറി നമ്പർ 770/2025, ശമ്പളം 28,855 തൊട്ട് 57,220 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക്. പ്രായപരിധി 18-36. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ആദ്യമായിട്ടാണ് അപേക്ഷ അയക്കുന്നതെങ്കിൽ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അപേക്ഷ നൽകുവാനുള്ള ലിങ്ക്, എങ്ങനെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട വിധം: 1 ടൈം രജിസ്ട്രേഷൻ ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്യാം. പ്രൊഫൈലിലെ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ പോയി ബന്ധപ്പെട്ട തസ്തികയുടെ നേരെ കാണുന്ന അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. പ്രൊഫൈൽ നിർമ്മിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 6 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം. പഴയ ഫോട്ടോകൾ അപ്ലോഡ് തീയതി മുതൽ 10 വർഷം വരെ വാലിഡാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ആധാർ കാർഡ് ഉള്ളവർ അത് തിരിച്ചറിയൽ രേഖയായി പ്രൊഫൈൽ ചേർക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് പ്രത്യേകം അപേക്ഷാ ഫീസ് ഒന്നും നൽകേണ്ടതില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പരീക്ഷ നടത്തുകയാണെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി പരീക്ഷ എഴുതാനുള്ള സ്ഥിരീകരണം നൽകണം. ഇത് നൽകാത്തവരുടെ അപേക്ഷകൾ നിരസിക്കപ്പെടും. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ടോ സോഫ്റ്റ് കോപ്പിയോ ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഒരിക്കൽ സമർപ്പിച്ച അപേക്ഷ പിന്നീട് മാറ്റം വരുത്താനോ ഡിലീറ്റ് ചെയ്യാനോ സാധ്യമല്ല. അതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ഈ പറഞ്ഞ ഏതെങ്കിലും പോസ്റ്റിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.